ശിവരാത്രിയുടെ പിറ്റേ ദിവസം മരിച്ചുപോയ നമ്മുടെ കാർന്നവന്മാർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി ഉച്ചക്ക് വീതി വെക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ. അന്ന് രാവിലെ തന്നെ അച്ഛനും അമ്മയും കൂടി അമ്പലത്തിൽ പോയി ബലിയെല്ലാം ഇട്ടതിന് ശേഷം വീട്ടിൽ വന്നിട്ടാട്ടോ പിന്നെ അത് ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ നോൺ വെജ് ആട്ടോ വീതി വെക്കുന്നത്. അപ്പോൾ കാർന്നവന്മാർക്ക് ഇഷ്ടപ്പെട്ട ചിക്കനും മീനൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടാണ് ഉച്ചക്ക് വെക്കുന്നത്. അപ്പോൾ അതേ ചിക്കൻ കറിയും പിന്നെ അതേ അയലക്കറിയും അയല വറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് വീതി വെക്കാനായിട്ട്. ചിക്കൻ ആണെങ്കിൽ നമ്മൾ കറി മാത്രമല്ല ആക്കിയിരിക്കണത്, വറക്കാനുള്ളതും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയല വറുത്ത് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മളത് ചിക്കനും കൂടി വറക്കാൻ വെച്ചേക്കുവാട്ടോ. അവസാനം ദേ പപ്പടം കൂടി കാച്ചിയതോടുകൂടി നമ്മുടെ കുക്കിംഗ് എല്ലാം ഇവിടെ അവസാനിച്ചിട്ടോ. കുക്കിംഗ് എല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഉച്ചയാവണതിന് മുമ്പേ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോയിട്ട്. അപ്പം അമ്മയാണെങ്കിൽ ഇന്ന് വൈകിയാണ് വരുമെന്നും പറഞ്ഞാണ് ക്ലിനിക്കിൽ ഇന്നലെ ഇറങ്ങിയത് കേട്ടോ. എന്നെക്കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ ഇതൊന്നും കൂടുതലല്ല, അതുകൊണ്ട് അമ്മ എല്ലാം കഴിഞ്ഞിട്ടാട്ടോ പോയത്. പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടി എല്ലാം ഞാൻ തന്നെയാട്ടോ ചെയ്തത്. പിന്നെ കുറച്ച് സഹായങ്ങളൊക്കെ എൻ്റെ വക ഉണ്ടായിരുന്നു. അവസാനം എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള ഇതേപോലെ കിടന്ന് കണ്ടാലോട്ടെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഒരു 12:30 ആയപ്പോഴാട്ടോ നമ്മളിത് വീതി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഇലയെല്ലാം വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് നേരെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് നമ്മളിത് ചോറും കറികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വീതി വെക്കാനുള്ള പരിപാടി എല്ലാം ചെയ്യുന്നത് നയന് തന്നെ കേട്ടോ. നമ്മൾ ഓരോന്ന് സഹായിച്ചു കൊടുക്കുക, അടുക്കളയിൽ നിന്ന് ഓരോന്നും എടുത്ത് ഡൈനിങ് ടേബിളിൽ വെക്കില്ല, അങ്ങനെ അവിടെ ഒഴുക്കി ഇതൊക്കെ ഒഴുക്കി എന്നൊക്കെ പറഞ്ഞു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവൻ തന്നെ ചെയ്തോളൂ കേട്ടോ. ഒരേ ഇലയിൽ നമ്മളിത് കാരണവന്മാർക്ക് വേണ്ടിയുള്ള ഭക്ഷണം എല്ലാം വെച്ചിട്ട് പിന്നെ ഇത് ഒരു കുഞ്ഞിലയിൽ നമ്മൾ അകത്ത് വെച്ച അതേ ഭക്ഷണം തന്നെ നമ്മൾ പുറത്ത് കൊണ്ട് കാക്കക്കും കൊടുക്കും കേട്ടോ. പുറത്തേട്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അകത്ത് വെച്ച അത്ര ക്വാണ്ടിറ്റിയിലല്ല, കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചായിട്ട് നമ്മൾ വെക്കണത്. അങ്ങനെ വെച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ 3 പ്രാവശ്യം നമ്മൾ കൈ കൊട്ടി കാക്കേനെ വിളിച്ചിട്ടാട്ടോ പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ വാതിലെല്ലാം അടച്ച് നേരെ പുറത്തിറങ്ങി ഇരിക്കും കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷമായിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തേട്ട് കയറുന്നത്. പിന്നെ ഇതേ ഞാനും അതിനും കൂടി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ ഇതേപോലെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആയിരിക്കുമ്പോൾ എൻ്റെ അല്ല ഇതേപോലെ ആയിരിക്കും കേട്ടോ, ഭയങ്കര ക്ലീൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ.